കഥ കേട്ടവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു ചോദ്യം ഇതായിരിക്കും: പാഴ്സി എന്തുകൊണ്ടാണ് അത്രയും ധൃതി പിടിച്ച് ആനയെ വെടിവെച്ചതെന്നല്ലേ? ആനയെ കൊല്ലുന്നവർക്കുള്ള പാരിതോഷികം 150 രൂപയും പിന്നെ ആനക്കൊമ്പുമാണ്. 150 രൂപയ്ക്ക് വേണ്ടിയാണോ പാഴ്സി ആനയെ ധൃതി പിടിച്ചു കൊന്നത്? അല്ല, ആനക്കൊമ്പുകൾക്കും ആ തലയോടിനും വേണ്ടിയാണ്. കാരണം അദ്ദേഹം നാഗാർജുനിൽ ഒരു ബംഗ്ലാവ് പണിയാൻ പോകുകയായിരുന്നു. ആസാമിൽ ധാരാളം ആദിവാസി സമൂഹങ്ങളുണ്ട്. അവരുടെ വിശ്വാസമനുസരിച്ച് മൃഗങ്ങളെ പറ്റിയുള്ള പാരമ്പര്യ ആചാരങ്ങളും താന്ത്രിക വഴിപാടുകൾക്കും വലിയ പ്രാധാന്യമാണുള്ളത്. കാട്ടാന പോലുള്ള ശക്തമായ മൃഗങ്ങളെ അവർ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായാണ് കാണുന്നത്. ഈ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് തലയോട്ടി, കൊമ്പ്, മുടി തുടങ്ങിയവ ഭൂതപ്രേതങ്ങളെ അകറ്റാനും വൈരാഗികളെ തുരത്താനും സൗഭാഗ്യവും ധനവും സമ്പാദിക്കുവാനും വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് ചില ആചാരങ്ങളുണ്ട്. അവരുടെ ആചാരവിധി പ്രകാരം പുതിയൊരു ബംഗ്ലാവോ കെട്ടിടവോ പണിയുന്നതിന് മുന്നായി ആ മണ്ണൊരുക്കണം. ആ മണ്ണിന്റെ അടിയിൽ ധൈര്യശാലിയായ ആനയുടെ കൊമ്പും തലയോടും ആചാര ചടങ്ങ് പ്രകാരം മൂടണം. അതിനുവേണ്ടിയാണ് പാഴ്സി അത്രയും ധൃതി വെച്ച് തൻ്റെ ആണത്തോക്കെടുത്ത് അതിന്മേൽ വെടിവെച്ചത്. ആദ്യം റാണിയെ, പിന്നീട് ആ കൊമ്പനെ. കാരണം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ആനയെ വീഴ്ത്തുന്നവർക്കുള്ളതാണ് ആ കൊമ്പ്.